എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. 2025 നമ്മെ വിട്ട് കടന്നുപോയി. ഈ 2026 ഈ പുതുവർഷം പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഞങ്ങൾ പുതുവർഷത്തിന്റെ ആരാധനയുടെ ഒക്കെ സമയത്ത് യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന തയ്യാറാക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് ദൈവാലോചന പറയുകയുണ്ടായി. അതിൻ പ്രകാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് അതെപ്പോഴാണെങ്കിലും എന്നോടൊപ്പം നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നപ്പ. 2025 ഞങ്ങളെ വിട്ട് കടന്നുപോയി. കർത്താവെ, 2025 ഞങ്ങൾക്ക് നൽകിയ നന്മകൾ, വേദനകൾ, പ്രയാസങ്ങൾ, കർത്താവെ അധികമായി നിന്നെ അറിയുവാൻ നൽകിയ സാഹചര്യങ്ങൾ, എല്ലാറ്റിനായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ. കർത്താവെ, വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ടല്ല കർത്താവെ, മുന്നോട്ട് തന്നെ നടക്കുവാൻ അവിടുന്ന് നൽകിയ എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ടും ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. എന്നോടിപ്പോ പ്രാർത്ഥിക്കുന്ന, എന്റെ കൂടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന, അങ്ങയോട് നിലവിളിക്കുന്ന ഓരോ മക്കളെയും ഈ സമയം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. 2025 കർത്താവെ, വരാമായ ആപത്തുകൾ, അനർത്ഥങ്ങളിൽ നിന്നെല്ലാം അവിടുന്ന് വിടുവിച്ചു വലിയ കൃപയെ ചൊരിഞ്ഞ അതേക്കായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. 2026 കർത്താവെ വലിയ നന്മകളുടെ വർഷമായി മാറേണ്ടതിന്, 2025 കർത്താവെ ഞങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടും കാണാൻ കഴിയാതെ പോയ സകല നന്മകളെയും തുറന്നു തരുന്ന ഒരു വർഷമായി മാറേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം വാതിലുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയമപ്പ വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു കർത്താവെ. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെ ഓർക്കുന്നപ്പ. ഓർമ്മക്കുറവുകൾ, പ്രയാസങ്ങൾ, വീഴ്ച കാരണമുണ്ടായ ഫ്രാക്ചറുകൾ ഒക്കെ ഉണ്ടായിട്ട് വേദനയോടെ പലവിധ രോഗങ്ങൾ, പ്രയാസങ്ങളിലായിരിക്കുന്ന, വാർദ്ധക്യത്തിലായിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഈ സമയം ഓർക്കുന്നു. അവരുടെ മേൽ ദൈവ കൃപ വ്യാപരിക്കണം അപ്പ. അവരെത്രയും പെട്ടെന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ടതിന്, കർത്താവെ കിടക്കുകളിൽ നിന്ന് എഴുന്നേറ്റ് നടക്കേണ്ടതിന്, എന്റെ മക്കളെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും ഒക്കെ കാണേണ്ടതിന്, കണ്ട് സന്തോഷിക്കേണ്ടതിന് ദൈവം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നരയ്ക്കുവോളം ചുമക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാൻ അവർക്ക് ഈ സമയത്ത് ദൈവം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം കർത്താവെ, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പൊ കർത്താവെ, പലവിധമായ പ്രശ്നങ്ങളുടെ നടുവിൽ യാത്ര ചെയ്യുമ്പോഴും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ നിരത്തുകളിൽ ഇറങ്ങുന്നവരുണ്ട് കർത്താവെ. വാഹനങ്ങൾ ഓടിക്കുന്നവരുണ്ട്, പലവിധമായ ജോലികൾ ചെയ്യുന്നവരുണ്ട് അപ്പ. ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവർ, കർത്താവെ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും ഉണ്ട് കർത്താവ്. അവരെല്ലാം അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഏറ്റവും സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ നിന്ന് പോലും ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി രാജ്യത്തിന് കാവൽ നിൽക്കുന്നവരെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ജോലി ചെയ്യുന്നവരെയും, ഞങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ, ഞങ്ങളെ ശുശ്രൂഷിക്കുന്ന നഴ്സുമാർ, വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ, കർത്താവെ റോഡരികുകൾ വൃത്തിയാക്കുന്നവർ, ചെറിയ ചെറിയ ജോലി ചെയ്യുന്നവർ, കർത്താവെ ഓരോ കുഞ്ഞു ജോലികളും ചെയ്യുന്നു ഓരോ മക്കളെയും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കുവാൻ പെടാപ്പാടുപെടുന്ന ഓരോ മനുഷ്യരെയും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, യൗവനക്കാരെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്നത് പോലെ കർത്താവെ, വക്രതയും കോട്ടവുമുള്ള ഈ ഒരു തലമുറയുടെ നടുവിൽ ജീവന്റെ വചനത്തെ പ്രമാണിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും എന്ന് വചനം പറയുന്നത് പോലെ അപ്പ. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങേ അറിഞ്ഞു വളരേണ്ടതിന്, അവർ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ ലഹരികളോ, കർത്താവ് ഈ ലോകത്തിന്റെ സുഖങ്ങളോ തേടി അവർ പോകാതെ അങ്ങയുടെ പാദത്തിലിരുന്ന് കർത്താവ് അങ്ങയോട് പ്രാർത്ഥിച്ച് ദൈവസ്നേഹത്തെ അനുഭവിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന ഓരോ മാതാപിതാക്കന്മാരെയും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. പലവിധ ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ പെട്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. വിഷാദ രോഗങ്ങൾ അപ്പ, ലഹരിക്ക് അടിമകളായിരിക്കുന്നവർ, പലവിധ പ്രശ്നങ്ങളാൽ കർത്താവെ പാടുപെടുന്നവർ എല്ലാവരെയും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവർക്ക് വലിയ വിടുതലുകളെ, വലിയ കൃപകളെ, ദൈവ സ്നേഹത്തെ അപ്പ അവർക്ക് പകർന്നു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പരീക്ഷകൾ എഴുതുന്നവരുണ്ട്, അതിനുവേണ്ടി പഠിക്കുന്നവരുണ്ട്, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, അവരെല്ലാവരെയും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരുടെ ആവശ്യങ്ങളുടെ നടുവിൽ, അവരുടെ പരീക്ഷകളുടെ നടുവിൽ
ദൈവ സാന്നിധ്യം അവർക്ക് കൂടെ ഇരിക്കണമേ കർത്താവെ. തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്, ഉയർച്ച വരേണ്ടതിന് കർത്താവിന്റെ ബലമുള്ള കൈ കീഴ്ത്താണിരിപ്പീൻ എന്ന് വചനം പറയുന്നത് പോലെ കർത്താവെ, ഗിവ് അപ്പ് ചെയ്യാതെ പഠിക്കുവാൻ, തോൽവികളിൽ നിന്ന് പഠിക്കുവാൻ, വീണയിടത്തു നിന്നും എഴുന്നേറ്റ് വീണ്ടും ഫൈറ്റ് ചെയ്യുവാനുള്ള ബലത്തെ യൗവനക്കാർക്ക് എന്റെ ദൈവം നൽകണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവിയെ അവിടുന്ന് മനോഹരമാക്കണമേ. ദേശത്തിന്റെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കണമേ. അവരെ അവിടുന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല കൂട്ടുകെട്ടുകൾ ലഭിക്കുവാൻ, ഭാവിയെ ഓർത്ത് കർത്താവെ പഠിക്കുവാൻ, അധ്വാനിക്കുവാൻ എല്ലാം കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2026 യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ, പലയിടങ്ങളിൽ പോയി പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവർ, അവരെല്ലാവരും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ മേൽ ദൈവ സാന്നിധ്യത്തെ അവിടുന്ന് അയക്കണമേ. അവരുടെ മേൽ വലിയ ദൈവകൃപ അവിടുന്ന് അയക്കണമേ കർത്താവെ. അവരെ താൻ ആഗ്രഹിക്കുന്ന ഇടത്ത് ദൈവഹിതമാണെങ്കിൽ സുരക്ഷിതമായിട്ട് എത്തുവാൻ, അവരുടെ ഭാവി അവർ പണിയുവാൻ അവിടുന്ന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്രകാരം കർത്താവെ, ഗർഭിണികളായിരിക്കുന്നവരെ ഓർക്കുന്നു. അവരുടെ ഉദരത്തിലെ കുഞ്ഞിനെ അവിടുന്ന് അനുഗ്രഹിക്കണം. തക്ക സമയത്ത് നല്ല സുഖപ്രസവം നൽകി കർത്താവെ. സിസേറിയൻ ആണെങ്കിലും കർത്താവെ, സാധാരണ പ്രസവമാണെങ്കിലും അമ്മയും കുഞ്ഞും സുരക്ഷിതരായി അപ്പന്റെ കരങ്ങളിൽ തന്നെ ആയിരിക്കും ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല മെഡിക്കൽ കെയറുകൾക്കായിട്ട്, നല്ല ആശുപത്രികൾക്കായിട്ട് കർത്താവെ, നല്ല ട്രീറ്റ്മെന്റുകൾക്കായിട്ട് എല്ലാം കർത്താവെ അങ്ങ് സ്തുതിക്കുന്ന അപ്പ. ഭൂമിയിൽ കർത്താവെ അവിടുന്ന് വെച്ചിരിക്കുന്ന നന്മ കർത്താവെ ഞങ്ങൾ കാണേണ്ടതിന് അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ അപ്രകാരം കർത്താവ്, കടബാധ്യതകളുള്ളവരുണ്ടപ്പ, അവരുടെ കടബാധ്യതകളെല്ലാം അവിടുന്ന് മാറ്റിക്കൊടുക്കണമേ. കടബാധ്യതകളെല്ലാം മാറ്റിക്കൊടുക്കണം കർത്താവെ. ഭൂമിയിലപ്പ അവരുടെ അധ്വാനം കർത്താവെ, അവർ അധ്വാനിക്കുന്ന അധ്വാനം നഷ്ടമാകാതെ അവരുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അത് ഉപയോഗമുള്ളതായി തീരേണ്ടതിന് അവരുടെ അധ്വാനത്തെ അങ്ങ് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവെ. ഒരു ഉദരഫലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മാതാക്കന്മാർ, പിതാക്കന്മാർ ഉണ്ട് കർത്താവെ. ഒരു ഉദരഫലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന അപ്രകാരം കർത്താവെ, ഉദരഫലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് എന്റെ കർത്താവ് തക്ക സമയത്ത് ഉദരത്തെ തുറന്ന് അനുഗ്രഹിക്കണമേ കർത്താവ്. ഗർഭഫലത്തെ നൽകി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു വാഹനം എടുക്കേണ്ടതിന്, ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് കർത്താവെ. അപ്പ അവർക്ക് ആ നന്മകളെ സ്വർഗത്തിലെ ദൈവം തുറന്നു കൊടുക്കണമേ കർത്താവെ. വാഹനം ആവശ്യമുള്ളവർക്ക് വാഹനം, കർത്താവ്, ഒരു വീട് ആഗ്രഹിക്കുന്നവർ, വീടില്ലാത്ത കഷ്ടപ്പെടുന്നവരുണ്ട് കർത്താവ്. അവരുടെ എല്ലാം പ്രാർത്ഥനകളെ, വേദനകളെ കർത്താവെ ഇവിടുന്ന് കാണണമേ അപ്പ. തക്ക സമയത്ത് കർത്താവ് ഉയർച്ച നൽകി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വസ്തു തർക്കങ്ങൾ കർത്താവെ, തനിക്ക് ലഭിക്കാനുള്ള നന്മ, താൻ അർഹതപ്പെടുന്ന, തനിക്ക് അർഹതയുള്ള നന്മ ലഭിക്കാതെ തടസ്സത്താൽ കർത്താവെ വേദനിക്കുന്നവരുണ്ടപ്പ. ഇവർക്കെല്ലാം കർത്താവ് തക്ക സമയത്ത് വഴിയെ തുറന്നു കൊടുത്ത് മാനിക്കണമേ. തർക്കങ്ങളെല്ലാം മാറി കർത്താവ് എല്ലാം സെറ്റിലാകുവാൻ അപ്പന്റെ കൃപ നൽകണം കർത്താവ്. അവിടുന്ന് അത് ചെയ്തേ മതിയാകൂ. അതുപോലെ കർത്താവ്, ലോകമെമ്പാടും നടത്തുന്ന എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവിധമായ ശുശ്രൂഷകന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്ന ഓരോ മക്കളെയും കർത്താവ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ രാജ്യ നേതൃത്വങ്ങളെ, ഞങ്ങളുടെ ഭരണകർത്താക്കന്മാരെ എല്ലാവരെയും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നൽകിയിരിക്കുന്ന നല്ല ജലം, നല്ല വായു, എല്ലാ സമ്പത്തുകൾക്കായിട്ടും അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. തക്ക സമയത്തും മഴയും എല്ലാം നൽകി കർത്താവെ 2026 അവിടുന്ന് അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തിന്റെ വർഷമാക്കി മാറ്റണമേ. ഒരു കുറവുമില്ലാതെ ദൈവസ്നേഹത്തെ ഞങ്ങൾ അനുഭവിക്കുന്ന വർഷമാക്കി തീർക്കണം. എല്ലാം അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പ. 2026 കർത്താവ്, ഒരുപാട് ആഗ്രഹങ്ങളോടെ ഞങ്ങൾ കയറുന്നുവല്ലോ. ഞങ്ങൾ പ്രവേശിക്കുന്നു കർത്താവ്, ഒത്തിരി ആഗ്രഹങ്ങളോടെ, ഒത്തിരി സ്വപ്നങ്ങളോടെ ഞങ്ങൾ പ്രവേശിക്കുന്നു കർത്താവ്. എങ്കിലും എല്ലാം ദൈവഹിതത്തിന്റെ കീഴിൽ അപ്പ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹിതമല്ല കർത്താവെ, ദൈവഹിതം ഞങ്ങളിൽ നിറവേറേണ്ടതിന് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. സ്വർഗമത് ചെയ്യുന്ന വലിയ ദയക്കെടുത്തോ എല്ലാം കർത്താവിന്റെ കരങ്ങളിലപ്പ, എല്ലാം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം ഏറ്റവും നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹീതമായ ഒരു പുതുവർഷം നേർന്നുകൊള്ളുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.